അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ ആദിയായി നിന്നെ സ്തുതിപ്പാൻ കൃപയരുൾക യേശുപരനേ. പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ജീവിതത്തിൽ അനുകരിക്കാൻ തക്കവണ്ണം ഒരു നല്ല മാതൃക ഇല്ല എന്നുള്ളതാണ് നമ്മളിൽ പലരുടെയും പരാതി. എന്നാൽ ജീവിതത്തിൽ പരാതികളെ അതിജീവിച്ച അനേകം മഹാന്മാരെ കുറിച്ച് നാം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും ആത്യന്തികമായി സംഭവിക്കുന്നതല്ല എന്ന് തിരിച്ചറിയുന്ന വലിയ മനസ്സുകളുടെ ഉടമകളാണ് അവർ. വിജയമായാലും പരാജയമായാലും സുഖമായാലും ദുഃഖമായാലും പ്രത്യാശയായാലും നിരാശയായാലും അത് ജീവിതത്തെ എന്നേക്കുമായി നമ്മെ ബാധിക്കുന്നില്ല എന്ന് തിരിച്ചറിയുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചിലതെല്ലാം നൈമിഷികമായി നിലനിൽക്കും, മറ്റു ചിലതെല്ലാം ജീവിതത്തിന്റെ ഒരു നിർണായക സന്ധിയിൽ മറ്റ് പല നന്മകളിലേക്കും രൂപപരിണാമം സംഭവിക്കും. വാൾട്ട് ഡിസ്നി എന്ന് പറയുന്ന മഹാനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. വാൾട്ട് ഡിസ്നി ഇന്ന് കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഡിസ്നി ചാനൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഹരമാണ്. കാർട്ടൂണുകളുടെ ലോകം ആനന്ദകരമായി സൃഷ്ടിച്ചെടുക്കുന്നത് അദ്ദേഹത്തിന്റെ ചിന്തകളിലൂടെയാണ്. വാൾട്ട് ഡിസ്നി എന്ന് പറയുന്ന കാർട്ടൂണിസ്റ്റ് ലോകം അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ്. വരകളുടെ ലോകത്ത് അദ്ദേഹം വളരെ കഴിവുറ്റ ഒരു പ്രതിഭയായിരുന്നു. എന്നാൽ ജീവിതത്തിൽ നിരന്തരം അവഗണനകൾ നേരിടേണ്ടി വന്ന ഒരു മനുഷ്യനായിരുന്നു വാൾട്ട് ഡിസ്നി എന്ന് പറയുന്ന ഈ വ്യക്തിത്വം. ജീവിതത്തിൽ കാര്യമായ വിജയങ്ങളെ കുറിച്ചൊന്നും പറയാനില്ലാതിരുന്ന ഈ വ്യക്തി എന്നാൽ ചരിത്രത്തിന്റെ ഗതിയിൽ ലോകത്തിനൊരിക്കലും മാറ്റിവെക്കാൻ സാധിക്കാത്ത, മറക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിത്വമായി രൂപാന്തരം പ്രാപിക്കുകയാണ്. പരാജയങ്ങളുടെ വേദനകളുടെ നടുവിൽ വാൾട്ട് ഡിസ്നി ഒരു ചെറു കുടിലിൽ പാർക്കുകയാണ്. ജീവിത സന്ധാനത്തിനു വേണ്ടി ഏറെ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടം. ആരിൽ നിന്നും കാര്യമായ സഹായങ്ങൾ ലഭിക്കാതെ അക്ഷരാർത്ഥത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന വാൾട്ട് ഡിസ്നിയുടെ ഒരു കാലം. ആ ചെറിയ കുടിലിന്റെ 4 മൂലകളെ മാത്രം കണ്ട് നരച്ച ഭിത്തിയുടെ ഉള്ളിൽ പാർക്കുന്ന വാൾട്ട് ഡിസ്നി ഒരു ദിവസം ശ്രദ്ധിക്കുമ്പോൾ ഒരു കുസൃതിക്കാരനായ കുഞ്ഞ് എലി തന്റെ വീടിന്റെ അകത്തളങ്ങളിൽ കുടിലിന്റെ ചുറ്റുപാടും ഓടി നടക്കുന്നതായിട്ട് കാണുകയാണ്. ആ എലിയുടെ കുസൃതികളെ അദ്ദേഹം വരകളിലൂടെ ലോകത്തിലേക്ക് പകരാൻ തുടങ്ങി. ആ എലിയുടെ കുസൃതികളെ കുറിച്ചുള്ള മനോഹരമായ കാർട്ടൂണുകളാണ് ഡിസ്നി ചാനലിലേക്ക് പടർന്നു പന്തലിച്ചു വന്നത്. അതാണ് ഇന്ന് നാം അറിയപ്പെടുന്ന മിക്കി മൗസ്. മിക്കി മൗസിനെ കുറിച്ച് കേൾക്കാത്ത കുഞ്ഞുങ്ങളില്ല ലോകത്ത്. വലിയ ആളുകൾക്ക് പോലും മിക്കി മൗസ് കാണുക എന്നുള്ളത് വളരെ ആനന്ദകരമായ ഒരു അനുഭവമാണ്. വാൾട്ട് ഡിസ്നി ഇന്ന് വലിയ കോടിപതിയായി ചരിത്രത്തിന്റെ താളുകളിൽ നിലനിൽക്കുമ്പോൾ, വിജയത്തിന്റെ സോപാനങ്ങൾ ചവിട്ടിക്കയറി മഹാന്മാരുടെ പട്ടികയിൽ നിലനിൽക്കുമ്പോൾ, ജീവിതത്തിലെ പരാജയങ്ങളെയും അവഗണനകളെയും എങ്ങനെയാണ് വിജയകരമായി നേരിടാൻ കഴിയുക എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് വാൾട്ട് ഡിസ്നിയുടെ ജീവിതം. അതുകൊണ്ട് നിരാശയിലാണ്ടുപോയ ജീവിതങ്ങൾക്കൊക്കെ പ്രത്യാശയുടെ സന്ദേശമാണ് വാൾട്ട് ഡിസ്നി. നമുക്ക് നമ്മുടെ പ്രതീക്ഷകളെ അണഞ്ഞു പോകാതെ കാത്തു സൂക്ഷിക്കാം. പ്രത്യാശയിൽ നമുക്ക് വളരാം. പരാജയങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്ക് ചവിട്ടിക്കയറാം.
അതിന് സർവേശ്വരൻ ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായൊരു പ്രഭാതകാലവും സന്തോഷവും ആനന്ദവും പ്രതീക്ഷകൾ നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്നുള്ളം നിന്നില ആഴമാ വിശ്വാസത്താ ചേരും നേരം ആനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല ഇല്ല. ചേരും നേരം ആനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല ഇല്ല. എന്നുള്ളം നിന്നില ആഴമാ